അമുസ്ലിമീങ്ങളുടെ സ്വത്ത് പോലും തൊടാൻ പാടില്ല എന്ന നിർദ്ദേശമുള്ളവരാണ് മുസ്ലിമീങ്ങൾ. ഈ ഇഫ്താറിൻ്റെ പരിപാടിയിൽ പല മുസ്ലിമീങ്ങളും സംബന്ധിക്കാൻ സാധ്യതയുണ്ട്. നമ്മളെ നാടുകളിലൊക്കെ നടക്കുന്ന ഇഫ്താറുകളിൽ ധാരാളം ഹൈന്ദവ സഹോദരങ്ങളുണ്ട്. ബദർ യുദ്ധം എന്ന് പറയുന്നത് ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും തമ്മിൽ നടന്ന ഒരു യുദ്ധമല്ല. അത് അള്ളാഹുവിൻ്റെ റസൂലിനോട് മഹബത്തുള്ളവരും അള്ളാഹിൻ്റെ റസൂലിനെ ചീത്ത വിളിക്കുന്നവരും അഥവാ സനാതന ധർമ്മ മൂല്യങ്ങൾ പാലിക്കുന്നവരും അത് പാലിക്കാത്തവരും തമ്മിലുള്ള യുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ബദരീങ്ങളുടെ സദസ്സിലേക്കും ബദരീങ്ങളുടെ പരിപാടികളിലേക്കും ചരിത്രങ്ങൾ അറിയുന്ന ധാരാളം അമുസ്ലിമീങ്ങൾ വരാറുണ്ട്. ഇന്ന് നമ്മളെ സമൂഹത്തിൽ ചില ആളുകൾക്ക് ബദർ വേണം, ബദരീങ്ങളെ വേണ്ട എന്ന നിലപാടാണ്. ബദർ യുദ്ധമൊക്കെ നടന്നിട്ടുണ്ട്, അത് നല്ലത് തന്നെ. ആ ഇസ്ലാമും ശത്രുക്കളും തമ്മിൽ നടന്ന യുദ്ധമാണ്, സത്യവും അസത്യവും തമ്മിൽ നടന്ന യുദ്ധമാണ്. ആ ബദർ യുദ്ധമൊക്കെ നടന്നിട്ടുണ്ട്, അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ ബദരീങ്ങളെ പറ്റി മിണ്ടിപ്പോകരുത്, ബദരീങ്ങളെ പറ്റി പറയാൻ പാടില്ല. ഉസ്താദ് നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ബദരീങ്ങളെ എന്ന് വിളിക്കാൻ പാടില്ല. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അത് ശിർക്കായി പോകും. അപ്പൊ ബദർ വേണം, ബദരീങ്ങളെ വേണ്ട എന്ന നിലപാടുള്ള ആൾക്കാരുണ്ട്. എന്നാൽ വേറെ ചില ആളുകൾക്ക് ബദറും വേണ്ട ബദരീങ്ങളെയും വേണ്ട എന്ന നിലപാടാണ്. അവർ തെറ്റിദ്ധരിച്ചു പോയതാണ്. പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് നടന്ന ഈ ഒരു ചെറിയ പോരാട്ടം, പിൽക്കാലത്തുള്ള എല്ലാ സംഭവങ്ങൾക്കും ഊർജമായ ഈ ഒരു ബദർ എന്ന് പറയുന്ന പോരാട്ടം, ആ പോരാട്ടത്തെ പറ്റി ഇന്നത്തെ കാലത്ത് നമ്മൾ മുണ്ടുകയേ വേണ്ട. ഫാസിസം ഇങ്ങനെ തലക്കുമേലെ വാളുവോങ്ങി നിൽക്കുന്ന സമയത്ത് ബദറും ബദരീങ്ങളൊന്നും നമ്മൾ പറയേണ്ട, മുണ്ടാതൊരു പാത്തിരുന്നാൽ മതി എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അല്ല, ഇങ്ങനെ ഒരു കാലത്താണ് ബദറിനെയും ബദരീങ്ങളെയും കൂടുതലായി പറയേണ്ടത്. 1894 മഞ്ചേരിയിൽ നടന്ന കാർഷിക കലാപത്തിൽ 94 ആളുകൾ അവിടുന്ന് ആ യുദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ടു. മുസ്ലിമീങ്ങളും ഹൈന്ദവ സഹോദരങ്ങളുമുണ്ട്. എല്ലാവരും തോളോട് തോള് ചേർന്ന് അന്നത്തെ വൈദേശികാധിപത്യത്തിനെതിരെ മഞ്ചേരിയിലും പരിസരത്തും നടന്ന ആ ഒരു കലാപം, ആ കലാപത്തിൽ കൊല ചെയ്യപ്പെട്ട് വീണ 94 ആളുകളുടെ ശരീരം പരിശോധിച്ചപ്പോൾ 60 ആളുകളുടെ കയ്യിൽ മഹാനായ കൊണ്ടോട്ടിയിലെ മോയിൻകുട്ടി വൈദ്യര് നബ്ബറല്ലാഹു മർഖദഹു തൻ്റെ 24-ാമത്തെ വയസ്സിൽ രചിച്ചതാണ് ബദർ കിസ്സപ്പാട്ട് എന്ന് പറയുന്ന ഗസ്വത്ത് ബദറിൽ കുബ്ര. ആ ബദർ കിസ്സപ്പാട്ടിൻ്റെ കോപ്പികൾ മഞ്ചേരിയിൽ കാർഷിക കലാപത്തിൽ ഷഹീദായി കിടക്കുന്ന 60 ആളുകളുടെ കൈകളിൽ മോയിൻകുട്ടി വൈദ്യരുടെ ബദർ കിസ്സപ്പാട്ടിൻ്റെ കോപ്പികൾ ഉണ്ടായിരുന്നു. ഒരു കയ്യിൽ കിട്ടിയ ആയുധമെടുത്ത് വൈദേശികാധിപത്യത്തിനെതിരെ അവർ പോരാട്ടത്തിനിറങ്ങിയപ്പോൾ മറ്റേ കയ്യിൽ ബദരീങ്ങളുടെ കിസ്സപ്പാട്ടാണ്. ആ കിസ്സപ്പാട്ടും പാടിയിട്ടാണ് അവർ യുദ്ധത്തിനിറങ്ങിയത്. ഇങ്ങനെ ബദറിൻ്റെ സ്വാധീനം എക്കാലത്തും നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്, മുസ്ലിം ഉമ്മത്തിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ബദറും വേണം ബദരീങ്ങളും വേണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബദരീങ്ങളുടെ പൊരുത്തം നമുക്ക് നൽകുമാറാവട്ടെ. അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം മക്കയിലേക്ക് വന്നാൽ എന്താണ് പ്രശ്നം? അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയത്ത് സ്വഹാബത്തിൻ്റെ സമ്പത്ത് മുഴുവനും മക്കയിൽ ഉപേക്ഷിച്ചു പോയതാണ്, വെറും കയ്യോടെ പോയതാണ്. ആരും സമ്പത്തൊന്നും മദീനയിലേക്ക് കൊണ്ടുപോയിട്ടില്ല. എല്ലാവരുടെ സ്വത്തും മക്കയിൽ തന്നെ കിടക്കുകയാണ്. സ്വഹാബത്ത് മുഴുവനും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയതോടുകൂടി ശത്രുക്കൾ സ്വഹാബത്തിൻ്റെ വീടുകൾ കുത്തിത്തുറന്ന് കൊള്ളയടിച്ച് ഈ കച്ചവടത്തിന് പോകുന്ന സമയത്ത് സ്വഹാബത്തിൻ്റെ ഒരുപാട് സമ്പത്ത് ഈ കച്ചവടത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സുഹൈബുർ റൂമി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ജനിച്ചത് പേർഷ്യയിലാണ്. വലിയ ധനാഢ്യനായിരുന്നു, വലിയ ബിസിനസ്മാൻ ആയിരുന്നു. അവിടെ സമ്പത്ത് കുമിഞ്ഞുകൂടിയപ്പോഴും സുഹൈബ് തങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു കുറവനുഭവപ്പെടുന്നുണ്ട്. എൻ്റെ ആത്മാവ് തേടിക്കൊണ്ടിരിക്കുന്ന എന്തോ ഒരു സമാധാനം എനിക്ക് കിട്ടുന്നില്ല. മഹാനവറുകൾ കുറെ ചിന്തിച്ചു. അപ്പോൾ ആരോ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ റോമിലേക്ക് പോയിക്കോളൂ, റോമിൽ ക്രിസ്ത്യാനികളാണ്, അവരുടെ കൂടെ നിന്നാൽ നിങ്ങളുടെ മനസ്സിന് സമാധാനം കിട്ടും. അങ്ങനെ സമ്പത്ത് മുഴുവനും അവിടെ പേർഷ്യയിൽ ഉപേക്ഷിച്ച് മഹാനവറുകൾ റോമിൽ പോയി ക്രിസ്ത്യാനികളുടെ കൂടെ ജീവിച്ചു. പക്ഷേ മഹാനവറുകളുടെ മനസ്സിന് താൻ ആഗ്രഹിക്കുന്ന ആ ഒരു സമാധാനം ലഭിക്കുന്നില്ല, ആ ഒരു ശാന്തി ലഭിക്കുന്നില്ല. അപ്പോഴാണ് അറിയുന്നത് മക്കയിൽ ഒരു പ്രവാചകർ വന്നിട്ടുണ്ട്. സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തേടിയിട്ട് സുഹൈബ് തങ്ങൾ വരികയാണ്. അള്ളാഹിൻ്റെ റസൂലിനെ കൊണ്ട് വിശ്വസിക്കുകയാണ്. മക്കയിൽ ജീവിച്ചപ്പോൾ മഹാനവറുകൾക്ക് സമാധാനം കിട്ടുകയാണ്.
കാലങ്ങളായി തൻ്റെ മനസ്സാഗ്രഹിച്ചിരുന്ന സമാധാനം ഹബീബായ തങ്ങളെ കണ്ട് ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ലഭിച്ചു. ആ സമാധാനത്തോടെ മക്കയിൽ ജീവിക്കുമ്പോൾ മക്കയിൽ മഹാനവറുകൾ ഒരു കച്ചവടം തുടങ്ങി. ആ കച്ചവടം വിജയിച്ചു, വലിയ ലാഭം കിട്ടി. തുടർന്ന് നടന്ന എല്ലാ കച്ചവടങ്ങളിലും വലിയ വിജയമാണ്. കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് മഹാനവറുകൾ വലിയ കോടീശ്വരനായി മാറി. അപ്പോഴാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യാനുള്ള ഓർഡർ വരുന്നത്. മഹാനവറുകൾ തൻ്റെ സമ്പത്ത് മുഴുവനും ഒരു ഖജനാബിൽ നിക്ഷേപിച്ച് അതിൻ്റെ താക്കോൽ കൂട്ടങ്ങളും എടുത്തുകൊണ്ട് മദീനയിലേക്ക് ഹിജറ പോകാൻ ഒരുങ്ങുമ്പോൾ അതാ വഴിയിൽ വെച്ച് ശത്രുക്കൾ തടഞ്ഞു നിർത്തുന്നു. സുഹൈബേ, നിനക്ക് വേണമെങ്കിൽ മദീനയിലേക്ക് പോയിക്കോ, ഞങ്ങളെ നാട്ടിൽ നിന്ന് സമ്പാദിച്ച ഒരു നയാ പൈസയും കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കൂല. ശത്രുക്കൾ സുഹൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ തടസ്സം നിന്നപ്പോൾ മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹു ശത്രുക്കളുടെ മുമ്പിലേക്ക് തൻ്റെ ഖജനാവിൻ്റെ താക്കോൽ കൂട്ടങ്ങൾ വലിച്ചെറിഞ്ഞു കൊടുത്ത്, എടാ, ആർക്ക് വേണം നിങ്ങളെ ദുനിയാവ്? എനിക്ക് ദീനു മതി എന്ന് പറഞ്ഞ്, നിങ്ങളുടെ സമ്പത്ത് എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് താൻ സമ്പാദിച്ച സ്വത്ത് മുഴുവനും അതിൻ്റെ താക്കോൽ കൂട്ടങ്ങൾ ശത്രുക്കൾക്ക് വലിച്ചെറിഞ്ഞു കൊടുത്ത് മഹാനായ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് കടന്നു ചെന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പള്ളിയിൽ നിന്നിറങ്ങി വന്ന് സനിയത്തുൽ വദാഇൽ വെച്ച് മഹാനായ സുഹൈബ് റൂമിയെ അണച്ചു കൂട്ടിപ്പിടിച്ചിട്ട് ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞത്, റബിഹത്തി തിജാറത്തു യാ സുഹൈബ്. സുഹൈബേ, നിന്റെ കച്ചവടത്തിന് വല്ലാത്ത ലാഭമാണ് കേട്ടോ. ഇങ്ങോട്ട് പോരുന്ന യാത്രയിൽ അള്ളാന്റെ ദീനിന് വേണ്ടി, അള്ളാന്റെ റസൂലിന് വേണ്ടിയിട്ട് സമ്പത്ത് മുഴുവനും വലിച്ചെറിഞ്ഞു കൊടുത്ത് ദീന് വാങ്ങിയിട്ട് നിങ്ങൾ പോന്നില്ലേ? ഈ കച്ചവടത്തിന് നിങ്ങൾക്ക് ആഖിറത്തിൽ വലിയ ലാഭമാണ്, വലിയ ലാഭമാണ് സുഹൈബേ നിങ്ങൾ നേടിയതെന്ന് പറഞ്ഞ് അള്ളാന്റെ റസൂല് സുഹൈബ് റൂമിയെ സ്വീകരിച്ചുവെങ്കിൽ ഇതുപോലെ നൂറുകണക്കിന് സ്വഹാബത്തിന്റെ സമ്പത്ത് മക്കയിലുണ്ട്. ആ സമ്പത്ത് കൊള്ളയടിച്ചുകൊണ്ടാണ് അബൂ സുഫിയാനും സംഘവും കച്ചവടത്തിന് പോയത്. കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ഈ കച്ചവടത്തിന്റെ ലാഭം കൊണ്ട് മുസ്ലിമീങ്ങളെ ആക്രമിക്കാനുള്ള ആയുധം വാങ്ങണമെന്നാണ് തീരുമാനം. അതുകൊണ്ട് അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘത്തെ തടയേണ്ടത് അള്ളാന്റെ റസൂലിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൽപ്പന കൊടുക്കുകയാണ്. ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പുറപ്പെടുകയാണ്. അവിടുത്തോടൊപ്പം അനുചരന്മാര് പുറപ്പെടുകയാണ്. ബദറുൽ ഹുദാ യാസീനൻ നബി ഖറജായ നേരം വളർകൊടി മൂണ്ടെണ്ണം കേട്ടിടയതിലുണ്ടേ അബിയൽ വർണ്ണമതാ പിൻരണ്ടും അസുവതുമാമേ. عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل وأصحاب وأزواج وأهل بيت سيدنا محمد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين
ബദർ യുദ്ധക്കളം തന്നിൽ പടവെട്ടി വിജയിച്ച ബഹുമാനാർ ശുഹദാഉൽ ബദരീങ്ങളെ ഉദിക്കത്തും ഇസ്ലാമിൽ ഉയർമാലും കൊടുത്തുള്ളേ ഉചിത പോർ പുലികളാം ബദരീങ്ങളെ ബദർ യുദ്ധക്കളം തന്നിൽ പടവെട്ടി വിജയിച്ച ബഹുമാനാർ ശുഹദാഉൽ ബദരീങ്ങളെ. അല്ലാഹു മഹാന്മാരായ ബദർ ശുഹദാഇൻ്റെ ബറക്കത്തുകൊണ്ട് ഈ സദസ്സിൽ സമ്മേളിച്ച നമ്മുടെ എല്ലാവരുടെയും നമുക്ക് വേണ്ടപ്പെട്ടവരുടെയും എല്ലാ ഖൈറായ മുറാദുകളും ഹാസിലാക്കി തരുമാറാവട്ടെ. വിശേഷ നമ്മുടെ ഈ ഇഫ്താർ ബദർ അനുസ്മരണ പരിപാടിയിലേക്ക് വലിയ സംഖ്യകളും ഭക്ഷണ സാധനങ്ങളുമൊക്കെ സംഭാവന ചെയ്ത നാട്ടിലും വിദേശത്തുമുള്ള മുഅ്മിനീങ്ങൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവരുടെയും ഉദ്ദേശങ്ങളെ സഫലീകരിച്ചു കൊടുക്കുമാറാവട്ടെ. കൂടുതൽ ആമുഖങ്ങളിലേക്കൊന്നും കടക്കാതെ നേരത്തെ നമ്മുടെ ഉസ്താദ് സൂചിപ്പിച്ച മഹാന്മാരായ ബദരീങ്ങളുടെ മഹത്വം, ആ മഹത്വം പറയാനും കേൾക്കാനും ഒക്കെയാണ് വളരെ നേരത്തെ തന്നെ നോമ്പുതുറയുടെ എത്രയോ നേരത്തെ തന്നെ നമ്മുടെ ഇവിടെ സംഗമിച്ചിട്ടുള്ളത്. ബദരീങ്ങളുടെ കാവലും ബദരീങ്ങളുടെ തിരുനോട്ടവും ലഭിച്ചാൽ ദുനിയാവും നാളെ ആഖിറവും രക്ഷപ്പെടുമെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളുടെ കാവലും കടാക്ഷവും നമുക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ ഭാര്യ സന്താനങ്ങൾ, ഉമ്മ വാപ്പമാർ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മുടെ പ്രസ്ഥാന ബന്ധുക്കൾ, നേതാക്കന്മാർ, വിശേഷ്യ നമ്മുടെ ഈ സദസ്സിലടക്കം പ്രയാസകരമായ രോഗങ്ങൾ കൊണ്ടും മറ്റും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും ബദരീങ്ങളുടെ ഈ മജ്ലിസിൽ ശിഫാ പ്രദാനം ചെയ്യുമാറാവട്ടെ. പറയുന്ന നമ്മളും ഒക്കെ എത്രയോ മോശക്കാരാണെങ്കിലും മഹാന്മാരായ ബദർ ശുഹദാഇൻ്റെ സാന്നിധ്യം ഈ മജ്ലിസിൽ ഉണ്ടാകും എന്ന ഉറച്ച വിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ് നമ്മളുള്ളത്. അള്ളാഹു നമുക്ക് ഇജാബത്ത് നൽകുമാറാവട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ എന്നെന്നും അനുസ്മരിക്കപ്പെടുന്ന നേതാക്കളും ജേതാക്കളുമാണ് ബദർ ശുഹദാക്കൾ. ആരാണ് ബദരീങ്ങൾ എന്ന് ചോദിച്ചാൽ, അള്ളാഹുവിൻ്റെ റസൂലിനോട് അങ്ങേയറ്റത്തെ മഹബത്ത്, അനുരാഗം, സ്നേഹം ഹൃദയത്തിൽ പൂത്തുലഞ്ഞ ഒരു പറ്റം ആളുകൾ എന്നാണ് ബദരീങ്ങളെപ്പറ്റി നമുക്ക് പറയാൻ കഴിയുക. ബദർ യുദ്ധം എന്ന് പറയുന്നത് ലോക ചരിത്രത്തിലും ഇസ്ലാമിക ചരിത്രത്തിലും ഒരുപാട് യുദ്ധങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ആ യുദ്ധങ്ങളിലേക്ക് ബദറിനെ ചേർത്തി നോക്കുമ്പോൾ ബദർ എന്ന് പറയുന്നത് ചെറിയ ഒരു പോരാട്ടം, അല്ലെങ്കിൽ ഒരു മുന്നേറ്റം, അല്ലെങ്കിൽ ഒരു പ്രതിരോധം എന്നൊക്കെ അതിനെക്കുറിച്ച് പറയാൻ കഴിയുകയുള്ളൂ. കാരണം ഹിജ്റയുടെ 2-ാം കൊല്ലം റമദാൻ 17-ന് രാവിലെ തുടങ്ങി ഏകദേശം സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റുന്ന സമയമായപ്പോഴേക്ക് അവസാനിച്ച ഒരു ചെറിയ പോരാട്ടത്തെ കേവലം 84 ആളുകൾക്ക് മാത്രം ജീവഹാനി സംഭവിച്ച ആ ഒരു ചെറിയ പോരാട്ടത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ അതൊരു വലിയ ഘോരമായ യുദ്ധമാണോ എന്ന് നമ്മൾ ധരിച്ചു പോകും. ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ പിൽക്കാലത്ത് നടന്ന യർമൂക്ക് യുദ്ധം, ആ യർമൂക്ക് യുദ്ധത്തിൽ 1,00,000-ലധികം വരുന്ന ആളുകൾ പങ്കെടുക്കുകയും 4,000-ലധികം വരുന്ന ആളുകൾ ഷഹീദാവുകയും ചെയ്തിട്ടുണ്ട്. ലോക ചരിത്രത്തിലേക്ക് വന്നാൽ 1-ാം ലോക മഹായുദ്ധത്തിൽ മരണപ്പെട്ടു പോയ മനുഷ്യന്മാരുടെ എണ്ണം 76 ലക്ഷം ആളുകളാണ്. 2-ാം ലോക മഹായുദ്ധത്തിലേക്ക് വന്നാൽ അതൊരു പടി കൂടി മുന്നോട്ട് പോയി 106 ലക്ഷം ആളുകൾ 2-ാം ലോക മഹായുദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നടന്ന വലിയ ഒരു യുദ്ധമായിരുന്നു
കലിംഗ യുദ്ധം, അതുപോലെ പല യുദ്ധങ്ങളും നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ട്. അതിലൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ വലിയ യുദ്ധങ്ങളോട് ചേർത്തി നോക്കുമ്പോൾ പരിശുദ്ധമായ ബദർ യുദ്ധം എന്ന് പറയുന്നത് ഒരു അടി എന്ന് പറയാൻ മാത്രമേ വലിപ്പമുള്ളൂ. എന്നാലും ആ ബദറും ബദരീങ്ങളും മുസ്ലിങ്ങളുടെ ഹൃദയത്തിൽ എന്നല്ല, ലോകത്തുള്ള എല്ലാ നല്ല മനസ്കരായിട്ടുള്ള ആളുകളുടെയും ഹൃദയത്തിൽ വലിയ സ്ഥാനമുള്ള ആളുകളാണ്. നമ്മുടെ ജീവിതവുമായി ബദറിന് വലിയ ബന്ധമുണ്ട്. നമ്മുടെ നാട്ടിലെ പള്ളികൾക്കും സ്ഥാപനങ്ങൾക്കൊക്കെ ബദരീങ്ങളുമായിട്ട് ബന്ധമുണ്ട്. ഒരു നാട്ടിൽ നമ്മളൊരു പള്ളിയോ മദ്രസയോ സ്ഥാപിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ പല തരത്തിലുള്ള തടസ്സങ്ങളും ഇവകൾക്കൊക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു പുണ്യപുരുഷനെ സമീപിച്ച്, ഒരു തങ്ങളെയോ ഒരു ഉസ്താദിനെയോ സമീപിച്ച് ഒരു പള്ളി അല്ലെങ്കിൽ ഒരു ദീനി സ്ഥാപനം ഉണ്ടാക്കണം, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്, പല തടസ്സങ്ങളും ഉണ്ട് എന്ന് പറയുമ്പോൾ അവർ നമ്മളോട് നിർദ്ദേശിക്കുന്ന ഒന്നാമത്തെ പരിഹാരം മഹാന്മാരായ ബദരീങ്ങളെ മുറുക്കി പിടിച്ചോളിയും എന്നാണ്. ബദരീങ്ങളെ തവസ്സുലാക്കി അവരെ പേരിൽ യാസീൻ ഓതി അങ്ങോട്ട് തുടങ്ങിക്കോളി എന്ന് പറയും. നമ്മുടെ പള്ളികളുടെയും മദ്രസകളുടെയും ഒക്കെ അടിക്കല്ലിൻ്റെ ചുവട്ടിൽ ബദരീങ്ങളുടെ ഒരു ഊർജം കിടക്കുന്നുണ്ട്. ആരാണ് ബദരീങ്ങൾ? എന്താണ് ബദർ? ഒറ്റവാക്കിൽ ബദർ യുദ്ധം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു മുഅ്ജിസത്തായിരുന്നു എന്ന് പറയലാണ് നല്ലത്. കാരണം 300 ചില്ലാനം വരുന്ന നിരായുധരായ, വാഹനമില്ലാത്ത, കാലിൽ ചെരുപ്പ് പോലും അണിയാത്ത, വസ്ത്രം പോലും മര്യാദക്കില്ലാത്ത പാവപ്പെട്ട കുറച്ച് മനുഷ്യന്മാർ, ആ മനുഷ്യന്മാർ സർവായുധ സജ്ജരായ 1000-ൽ പരം വരുന്ന ആളുകളെ നേരിട്ടുള്ള പോരാട്ടത്തിൽ തോൽപ്പിക്കുക എന്ന് പറയുന്നത് ഒരു അത്ഭുതം തന്നെയാണ്. ആ ബദറിൻ്റെ രണാങ്കണത്തിൽ പങ്കെടുത്ത മലക്കുകളുണ്ട്. 5000 മലക്കുകൾ ബദറിൻ്റെ രണാങ്കണത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ആ മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനമുണ്ട് എന്ന് മഹാനായ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. അതുപോലെ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത, ആ പോരാട്ടത്തിൽ പങ്കെടുത്ത ആളുകൾ ആരൊക്കെയുണ്ടോ അവർക്കെല്ലാവർക്കും മുസ്ലിം സമൂഹത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരായ അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സ്ഥാനമുള്ളത് ബദറിൽ പങ്കെടുത്ത ശുഹദാക്കൾക്കാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ബദരീങ്ങളുടെ മദതും സഹായവും എപ്പോഴും നമുക്ക് നൽകുമാറാവട്ടെ. മഹാന്മാരായ ബദരീങ്ങൾ ആ ബദർ യുദ്ധത്തിലേക്ക് എത്തിപ്പെടാനുണ്ടായ സാഹചര്യം, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പോരാട്ടം നടക്കേണ്ടി വന്നത്? പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിലപാടല്ല യുദ്ധം എന്ന് പറയുന്നത്. ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ്. രണ്ട് പേർ പരസ്പരം കാണുമ്പോൾ അസ്സലാമു അലൈക്കും, അള്ളാഹുവിൻ്റെ സമാധാനം, രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പറയാം. നിരന്തരം നിസ്കാരത്തിൻ്റെ പിറകെ അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം വ ഇലൈക്കസ്സലാം, ഇങ്ങനെ സലാം കൊണ്ടുള്ള അഭിവാദന രീതികളും സലാം, സമാധാനം ലോകത്ത് ഉണ്ടാകണം എന്നും ആഗ്രഹിക്കുന്ന നിലപാടാണ് ഇസ്ലാമിനുള്ളത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ചില യുദ്ധങ്ങളുടെ പേരുകൾ ചേർക്കപ്പെട്ടത്? ആ യുദ്ധങ്ങളുടെയൊക്കെ കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ ഒന്നുകിൽ അവിടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം, ഒരു പ്രതിരോധം, അല്ലെങ്കിൽ അവർക്ക് അവരവരുടെ മതമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകാത്ത സമയത്തുണ്ടായ ചില സംഘടനകൾ. ഇങ്ങനെയൊക്കെയാണ് ഇസ്ലാമിൻ്റെ പോരാട്ടങ്ങളുടെ ചരിത്രം നമ്മോട് പറയുന്നത്. മഹാന്മാരായ ബദരീങ്ങൾ പിൽക്കാലത്ത് നടന്ന എല്ലാ മുന്നേറ്റങ്ങൾക്കും മാതൃകയായി എന്നും പിൽക്കാലത്ത് നടന്ന എല്ലാ മുന്നേറ്റങ്ങളുടെയും വലിയ ഊർജ ശക്തിയായി മാറി എന്നതും ചരിത്രമാണ്. പരിശുദ്ധ റമദാനിൽ തന്നെ ഹിജ്റയുടെ 8-ാം കൊല്ലം നടന്ന മക്കം ഫതഹ് റമദാൻ മാസത്തിൽ തന്നെയാണ് നടക്കുന്നത്. ആ മക്കം ഫതഹിൻ്റെ ഊർജം മഹാന്മാരായ ബദരീങ്ങളായിരുന്നു. അവിടുന്ന് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു കുരിശു പോരാളികളിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസ് എന്ന പള്ളി മോചിപ്പിച്ച് മുസ്ലിമീങ്ങൾക്ക് നേടിക്കൊടുത്തത് ബദറിനെയും ബദരീങ്ങളുടെയും ചുവട് പിടിച്ചുകൊണ്ടാണ്. ലോകത്തിൻ്റെ എല്ലാ തലങ്ങളിലും ബദരീങ്ങളുടെ സ്മരണകളുണ്ട്. അൾജീറിയൻ മുസ്ലിമീങ്ങളെ ഒരുമിച്ച് കൂട്ടി ഫ്രഞ്ച് സേനക്കെതിരെ, ഫ്രഞ്ച് കോളനിയാക്കി വെച്ചിരുന്ന നാടായിരുന്നു അൾജീറിയ. ഈ അൾജീറിയ അഥവാ അൽ ജസായിർ എന്ന് പറയുന്ന പ്രദേശത്തെ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി അമീർ അബ്ദുൽ ഖാദിറുൽ ജസായിരി എന്ന് പറയുന്നവർ എല്ലാ മുസ്ലിമീങ്ങളെയും നാട്ടുകാരെയും ഒരുമിച്ച് കൂട്ടി ഫ്രഞ്ച് സേനക്കെതിരെ പട നയിച്ച് വലിയ യുദ്ധസന്നാഹങ്ങളുള്ള ഫ്രഞ്ച് പടയെ തോൽപ്പിച്ച് അൾജീറിയക്ക് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്തത് ബദറിനെയും ബദരീങ്ങളെയും കൂട്ടുപിടിച്ചുകൊണ്ടാണ്.
അമീർ അബ്ദുൽ ഖാദിർ അൽ ജസാഇരിയുടെ പതാകയിൽ അന്ന് ഉല്ലേഖനം ചെയ്തിരുന്നത് ഇമാമുൽ അൽ ബൂസൂരി റളിയല്ലാഹു അൻഹുവിന്റെ ഖസീദത്തുൽ ബുർദയിലെ വമൻ തകുൻ ബി റസൂലില്ലാഹി നുസ്റതുഹു ഇൻ തൽഖാഹുൽ ഉസ്ദു ഫീ അജാമിഹാ തജീമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഇമാം ബൂസൂരി അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ആ ഒരു ധൈര്യവും സ്ഥൈര്യവും അവിടുന്ന് ഉമ്മത്തിനോടുള്ള അവിടുത്തെ കനിവും അലിവും അവിടുത്തെ കരുതലും എല്ലാം സൂചിപ്പിച്ചുകൊണ്ട് എഴുതിയ 2 വരികളാണ്. വമൻ തകും ബി റസൂലില്ലാഹി നുസ്റതുഹു. ഈ ദുനിയാവിൽ ആർക്കെങ്കിലും ഒരാൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹായം ഏതെങ്കിലും ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഇൻ തൽഖഹുൽ ഉസ്ദു ഫീ ആജാമിഹാ തജിമി. ഒരു സിംഹക്കോട്ടയിൽ സിംഹങ്ങളുടെ മുമ്പിലാണ് ഈ മനുഷ്യൻ എത്തിച്ചേരുന്നത്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ സഹായം കിട്ടിയ മനുഷ്യൻ ഒരു സിംഹക്കോട്ടയിൽ സിംഹങ്ങളുടെ കൂട്ടിൻ്റെ ഉള്ളിലാണ് എത്തിച്ചേർന്നതെങ്കിൽ പോലും ആജാമിഹ തെജിമി, ആ സിംഹങ്ങൾ അവനെ തൊട്ട് വിട്ടൊഴിയും. ബഹുമാനപ്പെട്ട ഇമാമുൽ അൽ ബൂസൂരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെച്ചു. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സ്വഹാബത്തിൻ്റെ കൂട്ടത്തിലെ സഫീനത്ത് റളിയല്ലാഹു അൻഹു അവിടുന്ന് ആഫ്രിക്കയിൽ അവിടുന്ന് ദീനീ ദഅവത്തിന് വേണ്ടി പോയ സമയത്ത് ഒരു നാട്ടിലൂടെ നടന്ന് വഴിതെറ്റിപ്പോയി കൊടുങ്കാട്ടിൻ്റെ ഉള്ളിൽ എത്തിച്ചേർന്നു. അവിടുന്ന് 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഒരു വലിയ സിംഹം, വിശന്നു പൊരിഞ്ഞ ഒരു സിംഹം സഫീനത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിലേക്ക് ചാടി വീണു. മഹാനവറുകൾ കുലുങ്ങിയില്ല. അള്ളാഹുവിൽ ലയിച്ചുകൊണ്ടുള്ള നിസ്കാരമാണ്. ആ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയപ്പോൾ മുന്നിൽ നിന്ന് ഗർജിക്കുന്ന സിംഹത്തെ നോക്കിയിട്ട് സഫീനത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ചരിത്രത്തിലുണ്ട്, അന റസൂലില്ലാ, ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാകുന്ന മുത്തുനബിയുടെ ദൂതനാണ്. ഈ നാട്ടിൽ ദീനീ ദഅവത്ത് നടത്താൻ വേണ്ടി എന്നെ അയച്ചതാണ്. അതുകൊണ്ട് എന്നെ തൊട്ട് മാറിപ്പോകണേ എന്ന് സിംഹത്തെ നോക്കി പറഞ്ഞപ്പോൾ ആ ദാഹിച്ചു പരവശനായ അവിടുന്ന് വിശന്നു പൊരിഞ്ഞ സിംഹം ബഹുമാനപ്പെട്ട സഫീന റളിയല്ലാഹു അൻഹുവിനെ ഉപേക്ഷിച്ചുകൊണ്ട് നടന്നുപോയി എന്ന് ചരിത്രത്തിലുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹായം കിട്ടിയവർ വിജയിക്കും. മഹാന്മാരായ ബദരീങ്ങൾക്ക് മുഴുവനും അള്ളാഹിൻ്റെ റസൂലിൻ്റെ സഹായം കിട്ടിയിട്ടുണ്ട്. വലഖദ് നസറകുമുല്ലാഹു ബിബദ്രിൻ വഅൻതും അദില്ല. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിൽ വെച്ച് നിങ്ങളെ സഹായിച്ചിരിക്കുന്നു എന്നും ബദറാകുന്ന മുത്തുനബിയെ കൊണ്ട് നിങ്ങളെ സഹായിച്ചിരിക്കുന്നു എന്നും ഈ ആയത്തിന് വ്യാഖ്യാനം പറഞ്ഞവരുണ്ട്. 2 രൂപത്തിൽ വ്യാഖ്യാനിച്ചാലും ബദറിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹായമാണ്, അള്ളാഹിൻ്റെ റസൂലിനെ കൊണ്ടുള്ള സഹായമാണ് ബദരീങ്ങൾക്ക് കിട്ടിയത്. ബദറാകുന്ന മുത്തുനബിയെ കൊണ്ടുള്ള സഹായമാണ്. ആ സഹായം നമുക്ക് ഓരോരുത്തർക്കും കിട്ടണം. അതിനാണ് നമ്മൾ ബദരീങ്ങളെ അനുസ്മരിക്കുന്നത്. ബദരീങ്ങളെ നമ്മൾ അനുസ്മരിക്കുന്നത് ഒരു നേരം പോക്കല്ല. നമ്മുടെ പ്രയാസത്തിൻ്റെ ഘട്ടങ്ങളിൽ, രോഗങ്ങളിൽ, ബുദ്ധിമുട്ടിൽ, എല്ലാ ഘട്ടത്തിലും ബദരീങ്ങളെ കാവലി നമുക്ക് കിട്ടണം. സുബ്ഹാനല്ലാഹ്. മഹാന്മാരായ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ഒക്കെ മജ്ലിസിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഈ ഒരു മഹത്തായ ലക്ഷ്യം നമ്മുടെ മുമ്പിലുണ്ട്. അതേ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് വിസ്വാലുണ്ടായ മഹാന്മാർ, ആ മഹാന്മാരുടെ പൊരുത്തം നമുക്ക് കിട്ടിയാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നമുക്ക് പ്രശ്നമില്ല. ഈദാറൂബി അഹ്ലുൽ വിസ്വാലി ഫകുല്ലു ഹാലി ഐനുൽ ജമാലി. അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹു യാഹൂ. ബഹുമാനപ്പെട്ട ഷാദുൽ ഇമാം അവിടുന്ന് പാടിയ ഒരു കവിതയാണ് ഇദാ റളൂബി അഹ്ലുൽ വിസ്വാലി. അള്ളാഹുവിനോട് വിസ്വാലുണ്ടായ, അള്ളാഹുവിനോട് നേരിട്ട് കണക്ഷൻ ലഭിച്ച മഹാന്മാരുടെ പൊരുത്തം എനിക്ക് കിട്ടിയാൽ, ഇദാ റളൂബി, എന്നെ ഒന്ന് തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ,
അഹ്ലുൽ വിസാലി, അള്ളാഹിനോട് കണക്ഷനുള്ള ഏതെങ്കിലും ആളുകൾ എന്നെ ഒന്ന് പൊരുത്തപ്പെട്ടാൽ ഫകുല്ലു ഹാലി ഐനുൽ ജമാലി, പിന്നെ എൻ്റെ എല്ലാ അവസ്ഥയും വളരെ സന്തോഷമാണ്. എനിക്ക് രോഗം വന്നാലും പ്രയാസമില്ല, കാരണം അള്ളാഹു പൊരുത്തപ്പെട്ട ആളുകളുടെ ആ ഒരു തൃപ്തി എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നെ നോക്കാൻ അവരുണ്ട്, എൻ്റെ കാര്യങ്ങൾ നന്നാക്കി തരാൻ അവരുണ്ട്. എനിക്കൊരു പേടിയുമില്ല. എനിക്ക് രോഗം വന്നാലും ആരോഗ്യമുണ്ടായാലും സമ്പത്ത് നഷ്ടപ്പെട്ടാലും സമ്പത്ത് കുമിഞ്ഞുകൂടിയാലും അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടിയ, അള്ളാഹുവിനോട് കണക്ഷൻ ഉണ്ടായ മഹാന്മാരുടെ വിസ്വാലുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു, നമ്മുടെ ജീവിതം രക്ഷയാണ് എന്ന് ബഹുമാനപ്പെട്ട ഷാദുൽ ഇമാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബഹുമാനപ്പെട്ട അസ്ഹാബുൽ ബദരീങ്ങളുടെ പൊരുത്തം കിട്ടാനാണ് ഈ മജ്ലിസിൽ ഞാൻ വന്നിട്ടുള്ളത്, നമ്മൾ ഓരോരുത്തരും പങ്കെടുക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബദരീങ്ങളുടെ മദദ് നൽകുമാറാവട്ടെ, നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശിഫ കൊടുക്കുമാറാവട്ടെ. ഈ സദസ്സിലുള്ള രോഗികൾക്ക്, പ്രത്യേകിച്ച് ആലിമീങ്ങളും മുതഅല്ലിമീങ്ങളുമായ ആളുകൾക്കുള്ള രോഗങ്ങൾ അല്ലാഹു എത്ര വലിയ രോഗങ്ങളാണെങ്കിലും ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് പൂർണ്ണ ശിഫ കൊടുക്കുമാറാവട്ടെ. ബദർ യുദ്ധം നടക്കുന്നത്, ആ പോരാട്ടം നടക്കുന്നത് ഹിജ്റയുടെ 2ാമത്തെ കൊല്ലമാണ്, പരിശുദ്ധമായ റമദാൻ മാസത്തിലാണ്. അള്ളാഹുവിൻ്റെ റസൂലിനൊരു വിവരം ലഭിക്കുകയാണ്. ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞു വരുന്ന അബൂ സുഫിയാനും സംഘവും, അബൂ സുഫിയാൻ്റെ സംഘത്തിൽ 1000 ഒട്ടകങ്ങളുണ്ട്. അവകളെ നോക്കാൻ വേണ്ടിയിട്ട് ആകെയുള്ളത് 70 ആളുകളാണ്. ഒട്ടകപ്പുറത്ത് നിറയെ ചരക്കുകളാണ്. അവർ ഷാമിൽ നിന്ന് നടന്ന് അതാ ബദറിൻ്റെ പരിസരത്തേക്ക് എത്താൻ പോകുന്നു. മക്കയിലേക്കുള്ള യാത്രക്കാർ മുഴുവനും വെള്ളം കുടിക്കാനും വിശ്രമിക്കാനും ഇറങ്ങുന്ന സ്ഥലമാണ് ബദർ എന്ന് പറയുന്ന പ്രദേശം. മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള സ്ഥലമാണ്. നമ്മുടെ കൂട്ടത്തിൽ പലരും ആ സ്ഥലം സന്ദർശിച്ചവരാണ്. അള്ളാഹു നമുക്കൊക്കെ ഇനിയും ബദരീങ്ങളുടെ ഹളറത്തിൽ ചെല്ലാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അവിടെ പണ്ടേ ഒരു കിണറുണ്ട്. ബദർ ബിനു യഖ്ലദ് എന്ന് പറയുന്ന ഒരു പ്രാചീന മനുഷ്യൻ ഉണ്ടാക്കിയ കിണറാണ്. ആ കിണറിൽ വെള്ളമുണ്ട്. ആ വെള്ളമുള്ളത് കൊണ്ടാണ് അവിടെ വിശ്രമിക്കാൻ ഇറങ്ങുന്നത്. മക്കയിലേക്ക് ഇനി അവിടെ നിന്ന് ഒരു ദിവസത്തെ വഴിദൂരമാണുള്ളത്. സുബ്ഹാനല്ലാഹ്. അബൂ സുഫിയാനും സംഘവും കച്ചവടം കഴിഞ്ഞ് വലിയ ചരക്കുകളുമായി തിരിച്ചു വരുമ്പോൾ ആ കച്ചവട സംഘത്തെ പിടികൂടാനും അവരുടെ കയ്യിൽ നിന്ന് സമ്പത്ത് വാങ്ങാനും അള്ളാഹുവിൻ്റെ റസൂലിന് ഓർഡർ വരികയാണ്. ഹബീബായ തങ്ങൾക്ക് കൽപ്പന വരികയാണ്. അബൂ സുഫിയാന്റെ സമ്പത്ത് എന്തിനാണ് അള്ളാന്റെ റസൂൽ എടുക്കുന്നത്? അമുസ്ലിമീങ്ങളുടെ സ്വത്ത് പോലും തൊടാൻ പാടില്ല എന്ന് നിർദ്ദേശമുള്ളവരാണ് മുസ്ലിമീങ്ങൾ. ഈ ഇഫ്താറിൻ്റെ പരിപാടിയിൽ പല മുസ്ലിമീങ്ങളും സംബന്ധിക്കാൻ സാധ്യതയുണ്ട്. നമ്മളെ നാടുകളിലൊക്കെ നടക്കുന്ന ഇഫ്താറുകളിൽ ധാരാളം ഹൈന്ദവ സഹോദരങ്ങളുണ്ട്. ബദർ യുദ്ധം എന്ന് പറയുന്നത് ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും തമ്മിൽ നടന്ന ഒരു യുദ്ധമല്ല. അത് അള്ളാഹുവിൻ്റെ റസൂലിനോട് മഹബത്തുള്ളവരും അള്ളാഹിൻ്റെ റസൂലിനെ ചീത്ത വിളിക്കുന്നവരും അഥവാ സനാതന ധർമ്മ മൂല്യങ്ങൾ പാലിക്കുന്നവരും അത് പാലിക്കാത്തവരും തമ്മിലുള്ള യുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ബദരീങ്ങളുടെ സദസ്സിലേക്കും ബദരീങ്ങളുടെ പരിപാടികളിലേക്കും ചരിത്രങ്ങൾ അറിയുന്ന ധാരാളം അമുസ്ലിമീങ്ങൾ വരാറുണ്ട്. ഇന്ന് നമ്മളെ സമൂഹത്തിൽ ചില ആളുകൾക്ക് ബദർ വേണം, ബദരീങ്ങളെ വേണ്ട എന്ന നിലപാടാണ്. ബദർ യുദ്ധമൊക്കെ നടന്നിട്ടുണ്ട്, അത് നല്ലത് തന്നെ. ആ ഇസ്ലാമും ശത്രുക്കളും തമ്മിൽ നടന്ന യുദ്ധമാണ്, സത്യവും അസത്യവും തമ്മിൽ നടന്ന യുദ്ധമാണ്. ആ ബദർ യുദ്ധമൊക്കെ നടന്നിട്ടുണ്ട്, അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ ബദരീങ്ങളെ പറ്റി മിണ്ടിപ്പോകരുത്, ബദരീങ്ങളെ പറ്റി പറയാൻ പാടില്ല. ഉസ്താദ് നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ബദരീങ്ങളെ എന്ന് വിളിക്കാൻ പാടില്ല. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അത് ശിർക്കായി പോകും. അപ്പൊ ബദർ വേണം, ബദരീങ്ങളെ വേണ്ട എന്ന നിലപാടുള്ള ആൾക്കാരുണ്ട്. എന്നാൽ വേറെ ചില ആളുകൾക്ക് ബദറും വേണ്ട ബദരീങ്ങളെയും വേണ്ട എന്ന നിലപാടാണ്. അവര് തെറ്റിദ്ധരിച്ചു പോയതാണ്. പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് നടന്ന ഈ ഒരു ചെറിയ പോരാട്ടം, പിൽക്കാലത്തുള്ള എല്ലാ സംഭവങ്ങൾക്കും ഊർജമായ ഈ ഒരു ബദർ എന്ന് പറയുന്ന പോരാട്ടം, ആ പോരാട്ടത്തെ പറ്റി ഇന്നത്തെ കാലത്ത് നമ്മൾ മുണ്ടുകയേ വേണ്ട. ഫാസിസം ഇങ്ങനെ തലക്കുമേലെ വാളുവോങ്ങി നിൽക്കുന്ന സമയത്ത് ബദറും ബദരീങ്ങളൊന്നും നമ്മൾ പറയേണ്ട, മുണ്ടാതൊരു പാത്തിരുന്നാൽ മതി എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അല്ല, ഇങ്ങനെ ഒരു കാലത്താണ് ബദറിനെയും ബദരീങ്ങളെയും കൂടുതലായി പറയേണ്ടത്. 1894 മഞ്ചേരിയിൽ നടന്ന കാർഷിക കലാപത്തിൽ 94 ആളുകൾ അവിടുന്ന് ആ യുദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ടു. മുസ്ലിമീങ്ങളും ഹൈന്ദവ സഹോദരങ്ങളുമുണ്ട്. എല്ലാവരും തോളോട് തോൾ ചേർന്ന് അന്നത്തെ വൈദേശിക ആധിപത്യത്തിനെതിരെ മഞ്ചേരിയിലും പരിസരത്തും നടന്ന ആ ഒരു കലാപം,
ആ കലാപത്തിൽ കൊല ചെയ്യപ്പെട്ട് വീണ 94 ആളുകളുടെ ശരീരം പരിശോധിച്ചപ്പോൾ 60 ആളുകളുടെ കയ്യിൽ മഹാനായ കൊണ്ടോട്ടിയിലെ മോയിൻകുട്ടി വൈദ്യര് നബ്ബറല്ലാഹു മർക്കദഹു തൻ്റെ 24-ാമത്തെ വയസ്സിൽ രചിച്ചതാണ് ബദർ കിസ്സപ്പാട്ട് എന്ന് പറയുന്ന ഗസ്വത്ത് ബദറിൽ കുബ്ര. ആ ബദർ കിസ്സപ്പാട്ടിൻ്റെ കോപ്പികൾ മഞ്ചേരിയിൽ കാർഷിക കലാപത്തിൽ ഷഹീദായി കിടക്കുന്ന 60 ആളുകളുടെ കൈകളിൽ മോയിൻകുട്ടി വൈദ്യരുടെ ബദർ കിസ്സപ്പാട്ടിൻ്റെ കോപ്പികൾ ഉണ്ടായിരുന്നു. ഒരു കയ്യിൽ കിട്ടിയ ആയുധമെടുത്ത് വൈദേശിക ആധിപത്യത്തിനെതിരെ അവർ പോരാട്ടത്തിനിറങ്ങിയപ്പോൾ മറ്റേ കയ്യിൽ ബദരീങ്ങളുടെ കിസ്സപ്പാട്ടാണ്. ആ കിസ്സപ്പാട്ടും പാടിയിട്ടാണ് അവർ യുദ്ധത്തിനിറങ്ങിയത്. ഇങ്ങനെ ബദറിൻ്റെ സ്വാധീനം എക്കാലത്തും നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്, മുസ്ലിം ഉമ്മത്തിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ബദറും വേണം, ബദരീങ്ങളും വേണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബദരീങ്ങളുടെ പൊരുത്തം നമുക്ക് നൽകുമാറാവട്ടെ. അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം മക്കയിലേക്ക് വന്നാൽ എന്താണ് പ്രശ്നം? അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയത്ത് സ്വഹാബത്തിൻ്റെ സമ്പത്ത് മുഴുവനും മക്കയിൽ ഉപേക്ഷിച്ചു പോയതാണ്, വെറും കയ്യോടെ പോയതാണ്. ആരും സമ്പത്തൊന്നും മദീനയിലേക്ക് കൊണ്ടുപോയിട്ടില്ല. എല്ലാവരുടെ സ്വത്തും മക്കയിൽ തന്നെ കിടക്കുകയാണ്. സ്വഹാബത്ത് മുഴുവനും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയതോടുകൂടി ശത്രുക്കൾ സ്വഹാബത്തിൻ്റെ വീടുകൾ കുത്തിത്തുറന്ന് കൊള്ളയടിച്ച് ഈ കച്ചവടത്തിന് പോകുന്ന സമയത്ത് സ്വഹാബത്തിൻ്റെ ഒരുപാട് സമ്പത്ത് ഈ കച്ചവടത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ജനിച്ചത് പേർഷ്യയിലാണ്. വലിയ ധനാഢ്യനായിരുന്നു, വലിയ ബിസിനസ്മാനായിരുന്നു. അവിടെ സമ്പത്ത് കുമിഞ്ഞുകൂടിയപ്പോഴും സുഹൈബ് തങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു കുറവനുഭവപ്പെടുന്നുണ്ട്. എൻ്റെ ആത്മാവ് തേടിക്കൊണ്ടിരിക്കുന്ന എന്തോ ഒരു സമാധാനം എനിക്ക് കിട്ടുന്നില്ല. മഹാനവറുകൾ കുറേ ചിന്തിച്ചു. അപ്പോൾ ആരോ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ റോമിലേക്ക് പോയിക്കോളൂ, റോമിൽ ക്രിസ്ത്യാനികളാണ്, അവരുടെ കൂടെ നിന്നാൽ നിങ്ങളുടെ മനസ്സിന് സമാധാനം കിട്ടും. അങ്ങനെ സമ്പത്ത് മുഴുവനും അവിടെ പേർഷ്യയിൽ ഉപേക്ഷിച്ച് മഹാനവറുകൾ റോമിൽ പോയി ക്രിസ്ത്യാനികളുടെ കൂടെ ജീവിച്ചു. പക്ഷേ മഹാനവറുകളുടെ മനസ്സിന് താൻ ആഗ്രഹിക്കുന്ന ആ ഒരു സമാധാനം ലഭിക്കുന്നില്ല, ആ ഒരു ശാന്തി ലഭിക്കുന്നില്ല. അപ്പോഴാണ് അറിയുന്നത് മക്കയിൽ ഒരു പ്രവാചകർ വന്നിട്ടുണ്ട്. സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തേടിയിട്ട് സുഹൈബ് തങ്ങൾ വരികയാണ്. അള്ളാഹിൻ്റെ റസൂലിനെ കൊണ്ട് വിശ്വസിക്കുകയാണ്. മക്കയിൽ ജീവിച്ചപ്പോൾ മഹാനവറുകൾക്ക് സമാധാനം കിട്ടുകയാണ്. കാലങ്ങളായി തൻ്റെ മനസ്സാഗ്രഹിച്ചിരുന്ന സമാധാനം ഹബീബായ തങ്ങളെ കണ്ട് ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ലഭിച്ചു. ആ സമാധാനത്തോടെ മക്കയിൽ ജീവിക്കുമ്പോൾ മക്കയിൽ മഹാനവറുകൾ ഒരു കച്ചവടം തുടങ്ങി. ആ കച്ചവടം വിജയിച്ചു, വലിയ ലാഭം കിട്ടി. തുടർന്ന് നടന്ന എല്ലാ കച്ചവടങ്ങളിലും വലിയ വിജയമാണ്. കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് മഹാനവറുകൾ വലിയ കോടീശ്വരനായി മാറി. അപ്പോഴാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യാനുള്ള ഓർഡർ വരുന്നത്. മഹാനവറുകൾ തൻ്റെ സമ്പത്ത് മുഴുവനും ഒരു ഖജനാബിൽ നിക്ഷേപിച്ച് അതിൻ്റെ താക്കോൽ കൂട്ടങ്ങളും എടുത്തുകൊണ്ട് മദീനയിലേക്ക് ഹിജ്റ പോകാൻ ഒരുങ്ങുമ്പോൾ അതാ വഴിയിൽ വെച്ച് ശത്രുക്കൾ തടഞ്ഞു നിർത്തുന്നു. സുഹൈബേ, നിനക്ക് വേണമെങ്കിൽ മദീനയിലേക്ക് പോയിക്കോ, ഞങ്ങളെ നാട്ടിൽ നിന്ന് സമ്പാദിച്ച ഒരു നയാ പൈസയും കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കൂല. ശത്രുക്കൾ സുഹൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ തടസ്സം നിന്നപ്പോൾ മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹു ശത്രുക്കളുടെ മുമ്പിലേക്ക് തൻ്റെ ഖജനാവിൻ്റെ താക്കോൽ കൂട്ടങ്ങൾ വലിച്ചെറിഞ്ഞു കൊടുത്ത്, എടാ, ആർക്ക് വേണം നിങ്ങളെ ദുനിയാവ്, എനിക്ക് ദീനുമതി എന്ന് പറഞ്ഞ്, നിങ്ങളുടെ സമ്പത്ത് എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് താൻ സമ്പാദിച്ച സ്വത്ത് മുഴുവനും അതിൻ്റെ താക്കോൽ കൂട്ടങ്ങൾ ശത്രുക്കൾക്ക് വലിച്ചെറിഞ്ഞു കൊടുത്ത് മഹാനായ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് കടന്നു ചെന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പള്ളിയിൽ നിന്നിറങ്ങി വന്ന് സനിയത്തുൽ വദാഇൽ വെച്ച് മഹാനായ സുഹൈബ് റൂമി അണച്ചു കൂട്ടിപ്പിടിച്ചിട്ട് ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞത്, റബിഹത്തി തിജാറത്തു യാ സുഹൈബ്, സുഹൈബേ, നിന്റെ കച്ചവടത്തിന് വല്ലാത്ത ലാഭമാണ് കേട്ടോ. ഇങ്ങോട്ട് പോരുന്ന യാത്രയിൽ അള്ളാന്റെ ദീനിന് വേണ്ടി, അള്ളാന്റെ റസൂലിന് വേണ്ടിയിട്ട് സമ്പത്ത് മുഴുവനും വലിച്ചെറിഞ്ഞു കൊടുത്ത്
ദീന് വാങ്ങിയിട്ട് നിങ്ങൾ പോന്നില്ലേ? ഈ കച്ചവടത്തിന് നിങ്ങൾക്ക് ആഖിറത്തിൽ വലിയ ലാഭമാണ് സുഹൈബേ നിങ്ങൾ നേടിയതെന്ന് പറഞ്ഞ് അള്ളാന്റെ റസൂൽ സുഹൈബ് റൂമിയെ സ്വീകരിച്ചുവെങ്കിൽ ഇതുപോലെ നൂറുകണക്കിന് സ്വഹാബത്തിന്റെ സമ്പത്ത് മക്കയിലുണ്ട്. ആ സമ്പത്ത് കൊള്ളയടിച്ചുകൊണ്ടാണ് അബൂ സുഫിയാനും സംഘവും കച്ചവടത്തിന് പോയത്. കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ഈ കച്ചവടത്തിന്റെ ലാഭം കൊണ്ട് മുസ്ലിമീങ്ങളെ ആക്രമിക്കാനുള്ള ആയുധം വാങ്ങണമെന്നാണ് തീരുമാനം. അതുകൊണ്ട് അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘത്തെ തടയേണ്ടത് അള്ളാന്റെ റസൂലിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൽപ്പന കൊടുക്കുകയാണ്. ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പുറപ്പെടുകയാണ്. അവിടുത്തോടൊപ്പം അനുചരന്മാര് പുറപ്പെടുകയാണ്. ബദറുൽ ഹുദാ യാസീനൻ നബി ഖറജായ നേരം വളർകൊടി മൂണ്ടെണ്ണം കേട്ടിടയതിലുണ്ടേ അബിയൽ വർണ്ണമതാ പിൻരണ്ടും അസുവതുമാമേ. ബദറിന്റെ രണാങ്കണത്തിലേക്ക് പരിശുദ്ധ ഹിജറ മാസം, ഹിജറയിലെ റമദാൻ മാസം 8-ാം തീയതി തിങ്കളാഴ്ച അള്ളാഹുവിൻ്റെ റസൂലും സ്വഹാബത്തും ഇറങ്ങി പുറപ്പെടുമ്പോൾ 3 പതാകകൾ അള്ളാഹുവിൻ്റെ റസൂല് കെട്ടാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വെളുത്ത നിറത്തിലുള്ള പതാകയാണ്. ആ പതാക അള്ളാഹുവിൻ്റെ റസൂല് കൊടുക്കുന്നത് ആർക്കാണെന്നറിയോ? സദദ കുടൈക്കോൾ പൊങ്കും തിരുകരമാലുണ്ടാമ തദിന നബി തൻ തോളർ മിസ്അബിലീന്താർ അവരത് തനെ പിടി ചെയ്താറ്റൽ മുമ്പില നിലയാകൈ. ഹബീബായ തങ്ങൾ പരിശുദ്ധമായ മദീനയിലേക്ക് ഹിജറ പോകുന്നതിൻ്റെ 1 കൊല്ലം മുമ്പ് മദീനയിൽ ചെന്ന് മദീനയിലുള്ള മുഴുവൻ ആളുകളെയും ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന സ്വഹാബി ബഹുമാനപ്പെട്ട സയ്യിദുനാ മുസ്അബ് ബിൻ ഉമൈർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സമയത്ത് വലിയ പണക്കാരനാണ്. പരിശുദ്ധ ദീനിന് വേണ്ടിയിട്ട് സമ്പത്ത് മുഴുവനും കൊടുത്ത സ്വഹാബിയാണ്. അവസാനം വഫാത്താകുന്ന സമയത്ത് മഹാനവറുകളെ കഫൻ ചെയ്യാൻ ഒരു തുണി കൊണ്ടുവന്നപ്പോൾ ആ തുണി കൊണ്ട് തല മറച്ചാൽ കാല് മറയുന്നില്ല, കാല് മറച്ചാൽ തല മറയുന്നില്ല. ബഹുമാനപ്പെട്ട മുസ്അബ് ബിൻ ഉമൈർ തങ്ങളുടെ അവസാന യാത്രക്ക് നല്ല ഒരു കഫൻ പുടവ പോലും അവിടുത്തെ വീട്ടിലില്ല. അവസാനം തല തുണി കൊണ്ട് മറച്ച് കാൽഭാഗത്ത് പുല്ല് കൊണ്ട് മറച്ച് മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ അവിടുത്തെ ഖബറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. എങ്കിൽ പരിശുദ്ധമായ ദീനിന് വേണ്ടിയിട്ട് എല്ലാം സമർപ്പിച്ചവരാണ് ബദരീങ്ങൾ. അള്ളാന്റെ റസൂലിനോടുള്ള മഹബത്ത് ഹൃദയത്തിൽ പൂത്തുലഞ്ഞവരാണ് ബദരീങ്ങൾ. ബഹുമാനപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ നമുക്ക് മറക്കാൻ കഴിയില്ല. ഇന്ന് ബദരീങ്ങളുടെ പേര് പറഞ്ഞപ്പോൾ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ നമ്മൾ തർളിയത്ത് ചൊല്ലിയിട്ടുണ്ട്. ആ ഖുബൈബ് തങ്ങൾ പിൽക്കാലത്ത് ബഹുമാനപ്പെട്ടവരെ അള്ളാന്റെ റസൂല് മക്കയിലേക്ക് പറഞ്ഞയച്ചു. രഹസ്യാന്വേഷണത്തിന് 10 പേരെ പറഞ്ഞയച്ചപ്പോ ആ കൂട്ടത്തിൽ ഖുബൈബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഹുദൈലി ഗോത്രക്കാരുടെ പരിസരത്തെത്തിയപ്പോ ഹുദൈലി ഗോത്രക്കാര് ഈ 10 അംഗ സംഘത്തെ ആക്രമിക്കുന്നു, ഈ 10 അംഗ സംഘത്തെ കീഴ്പ്പെടുത്തുന്നു. 7 പേര് അവിടെ വെച്ച് ഷഹീദായി. പിന്നെയുള്ള 3 ആളുകൾ ബഹുമാനപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു അൻഹു ആണ്, ബഹുമാനപ്പെട്ട സെയ്ദ് ഇബ്നു ദസിന റളിയല്ലാഹു അൻഹു ആണ്, അബ്ദുല്ലാഹി ഇബ്നു ത്വാരിഖ് റളിയല്ലാഹു അൻഹു ആണ്. ഈ 3 പേരോടും ഹുദൈലി ഗോത്രക്കാര് പറഞ്ഞു, നിങ്ങൾ കീഴടങ്ങിക്കോ, ഞങ്ങൾ അഭയം തരാം. പക്ഷേ കീഴടങ്ങിയ ഉടനെ ഇവർക്ക് നേരെ കുതിര കയറാൻ വേണ്ടിയിട്ട് അതേ ഹുദൈലി ഗോത്രക്കാർ ഇവരെ ആക്രമിക്കാൻ തുനിഞ്ഞപ്പോ അബ്ദുല്ലാഹി ഇബ്നു ത്വാരിഖ് എന്ന സ്വഹാബി അവരോട് വീണ്ടും പോരടിച്ച് ഷഹീദായി. ബാക്കിയുള്ള 2 പേര് ഖുബൈബ് തങ്ങളും സെയ്ദ് ഇബ്നു ദസിനയുമാണ്. 2 പേരെയും മക്കയിലുള്ള ചന്തയിൽ കൊണ്ടുപോയി അടിമകളാക്കി വിൽക്കുകയാണ്. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ വാങ്ങുന്നത് ബദറിന്റെ രണാങ്കണത്തിൽ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ കൈകൊണ്ട് കൊല്ലപ്പെട്ട ഹാരിത എന്ന് പറയുന്നവരുടെ മക്കളാണ്. ഹാരിതയുടെ മക്കൾ വാങ്ങിയിരിക്കുന്നത് ഖുബൈബിനെ വീട്ടുതടങ്കലിലാക്കി അവസാനം ഖുബൈബ് തങ്ങളെ കഴുമരത്തിലേറ്റി കൊല്ലാൻ വേണ്ടിയാണ്. ബഹുമാനപ്പെട്ട ഖുബൈബ് തങ്ങളെ കയ്യിനും കാലിനും ചങ്ങലക്കിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കാതെ പട്ടിണിക്കിട്ടപ്പോ ബദരീങ്ങളിൽപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗ്ഗത്തിൽ നിന്ന്
ഭക്ഷണം ഇറക്കി കൊടുക്കുകയാ. അക്കാലത്ത് മക്കയിൽ കിട്ടാത്ത പഴങ്ങൾ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഞങ്ങൾ കാണാറുണ്ട് എന്ന് ശത്രുക്കൾ തന്നെ പറയുകയാ. ബദരീങ്ങൾ അല്ലാഹു ഒരിക്കലും കൈവടിയൂല. ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ അവസാനം അതാ കഴുമരത്തിലേറ്റാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ അബൂ സുഫിയാൻ വന്നിട്ട് ചോദിച്ചില്ലേ, അവസാനത്തെ ആഗ്രഹം എന്താണ്? ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എനിക്കൊരു 2 റക്അത്ത് നിസ്കരിക്കണം. ഹുബൈബ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ച് സലാം വീട്ടിയിട്ട് പറഞ്ഞ വാക്ക്, എനിക്ക് നിസ്കരിച്ചു പൂതി തീർന്നിട്ടില്ല, എനിക്ക് നിസ്കരിച്ചു പൂതി തീർന്നിട്ടില്ല, എൻ്റെ നിസ്കാരത്തിൻ്റെ ഇഷ്ടം തീർന്നിട്ടില്ല. പക്ഷേ ഞാനിവിടെ നിസ്കാരം ഇനിയും നീട്ടി കൊണ്ടുപോയാൽ നിങ്ങൾ വിചാരിക്കും ഈ ഹുബൈബിന് മരിക്കാൻ പേടിയാണെന്ന്, അതുകൊണ്ട് ഞാൻ സലാം വീട്ടിയിരിക്കുകയാണെന്ന് പറഞ്ഞ ഹുബൈബ് റളിയല്ലാഹു അൻഹു അവസാനം ശത്രുക്കൾ ഒരു ഉപാധി വെക്കുകയാണ്. ഓ ഹുബൈബേ, നിന്നെ തൂക്കിലേറ്റുന്ന സ്ഥാനത്ത് അള്ളാന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലെങ്കിൽ അവിടുത്തെ കുടുംബത്തെ ഞങ്ങൾ തൂക്കിലേറ്റുകയാണെങ്കിൽ അത് എനിക്കിഷ്ടമാണെന്നൊരു വാക്ക് നീ പറഞ്ഞാൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടാമെന്ന് ശത്രുക്കൾ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ ബദറിൽ പങ്കെടുത്ത സ്വഹാബിയായ ഹൃദയത്തിൽ ഹബീബായ തങ്ങളോട് മഹബത്ത് പൂത്തുലഞ്ഞു നിൽക്കുന്ന ഹുബൈബ് തങ്ങൾ പറഞ്ഞ മറുപടി, ഓ ജനങ്ങളെ, ഇല്ല, എൻ്റെ ഹബീബിൻ്റെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും സഹിക്കാൻ എന്നെ കൊണ്ട് കഴിയൂല. നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, എനിക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞ് കഴുമരത്തിലേക്ക് പുഞ്ചിരിച്ചുകൊണ്ട് നടന്നു കയറിയ അള്ളാന്റെ ഹബീബിനോട്, പടച്ച റബ്ബേ, എൻ്റെ ഒരു സലാം നീ പറയണേ, ഇവിടെ സലാം കൊടുത്തയക്കാൻ എനിക്കൊരാളുമില്ല എന്ന് പറഞ്ഞ് കഴുമരത്തിലേക്ക് പുഞ്ചിരിച്ചുകൊണ്ട് നടന്നു കയറിയ സയ്യിദുനാ ഹുബൈബ് റളിയല്ലാഹു അൻഹു. ഏത് ബദരീങ്ങളെ ചരിത്രമെടുത്താലും അവരുടെയൊക്കെ അവസാനത്തിൽ ഇങ്ങനെ ഹബീബായ തങ്ങളോടുള്ള മഹബത്തിന്റെ നിമിഷങ്ങളുണ്ട്. അള്ളാന്റെ ഹബീബിന് വിവരം കിട്ടുകയാണ്, ഹുബൈബ് റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. ഹബീബായ തങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി. അവിടുന്ന് പറഞ്ഞു, എൻ്റെ ഹുബൈബിൻ്റെ ജനാസ ശത്രുക്കളെ കയ്യിൽ നിന്ന് ആരാണോ വാങ്ങിക്കൊണ്ടുവരുന്നത് അവർക്ക് ഞാനിതാ സ്വർഗം പ്രഖ്യാപിച്ചിരിക്കുന്നു. ശത്രുക്കളുടെ പാളയത്തിൽ ചെന്ന് ഹുബൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ കൊണ്ടുവരാൻ വേണ്ടി ബഹുമാനപ്പെട്ട സുബൈർ തങ്ങളും മിഖ്ദാദ് തങ്ങളും പുറപ്പെട്ടു. രാത്രി സമയമായപ്പോൾ സുബ്ഹാനല്ലാഹ്, ഹുബൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ കഴുമരത്തിൽ കിടന്നാടുകയാണ്. താഴേക്കിറക്കിയിട്ടില്ല. 2-3 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ജനാസ അഴുകിയിട്ടില്ല. ബഹുമാനപ്പെട്ട ഹുബൈബ് തങ്ങളുടെ ജനാസയുടെ ചുറ്റുഭാഗത്തും 40 ശത്രുക്കൾ കാവൽ നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹുബൈബ് തങ്ങളുടെ ജനാസക്ക് കാവൽ നിൽക്കുന്ന കിങ്കരന്മാര് അവര് രാത്രി സമയമായപ്പോൾ കള്ള് കുടിച്ച സമയത്ത് സുബൈർ തങ്ങളും അതുപോലെ മിഖ്ദാദ് തങ്ങളും ചെന്ന് അതേ കഴുമരത്തിന്റെ മുകളിൽ നിൽക്കുന്ന ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ താഴേക്കിറക്കി സുബൈറുൽ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിന്റെ കുതിരപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ച് ആ കുതിരപ്പുറത്ത് സുബൈർ തങ്ങളും കയറിയിരുന്ന് യാത്ര പോകാൻ തുടങ്ങിയപ്പോൾ ബഹളം കേട്ട് ശത്രുക്കൾ എഴുന്നേറ്റ് പോയി. സുബ്ഹാനല്ലാഹ്, എഴുന്നേറ്റ ശത്രുക്കൾ ഹുബൈബിന്റെ ജനാസ കാണാതെ പരിഭ്രാന്തരായപ്പോൾ 2 പേര് ജനാസ കൊണ്ടുപോകുന്നത് കണ്ട് അവരുടെ പിന്നാലെ അമ്പെയ്തുകൊണ്ട് കൂടിയപ്പോൾ അവസാനം നിവൃത്തിയില്ലാതെ ബഹുമാനപ്പെട്ട സുബൈർ തങ്ങൾക്ക് ഹുബൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ ഭൂമിയിൽ വെച്ച് ജീവനും കൊണ്ടോടേണ്ടി വന്നു. ശത്രുക്കൾ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലേക്ക് വന്ന് അവിടുത്തെ ജനാസ വികൃതമാക്കാൻ വേണ്ടി ഒരുങ്ങി മുന്നോട്ട് വന്നപ്പോൾ ഈ ഭൂമി ചെയ്തതെന്താണെന്നറിയുമോ? ഭൂമി സ്വന്തമായി ഒരു ഖബറുണ്ടാക്കി. ആ ഖബറിലേക്ക് സ്വന്തമായി തൻ്റെ പ്രിയപ്പെട്ട പുത്രൻ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ഭൂമിയിലേക്ക് അങ്ങെടുത്ത് ആ ഖബർ ഭൂമി സ്വയം അങ്ങ് മണ്ണിട്ട് മൂടി. ശത്രുക്കൾക്ക് പിന്നെ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ എവിടെയാണെന്നറിയില്ല. ആ രൂപത്തിൽ അള്ളാഹു വലിയ പ്രൊട്ടക്ഷൻ എല്ലാ ബദരീങ്ങൾക്കും കൊടുത്തിട്ടുണ്ട്. അള്ളാഹു ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് സാധുക്കളായ നമ്മുടെ എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും ശിഫയാക്കി തരുമാറാവട്ടെ. ഹബീബായ തങ്ങളും സ്വഹാബത്തും അതേ പരിശുദ്ധ റമദാൻ 8-ന് പുറപ്പെട്ട് അവിടുന്ന് 16-ന് അവർ എത്തിച്ചേർന്നത് ബദറിൻ്റെ രണാങ്കണത്തിൻ്റെ ഒരു ഭാഗത്താണ്. മറ്റേ പൊളിയിൽ ശത്രുക്കൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി അബൂജഹലിൻ്റെ നേതൃത്വത്തിൽ വന്ന പട എത്തിച്ചേർന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിന് അന്നത്തെ രാവ് ഉറക്കമില്ലാത്ത രാവാണ്. ഹബീബായ തങ്ങൾ വീട്ടിൽ നിന്ന് പോരുമ്പോൾ തന്നെ ടെൻഷനാണ്. അതാ പ്രിയപ്പെട്ട മോൾ റുഖിയ ബീവി രോഗി
ഇരിക്കുകയാണ്. ആ റുഖിയ ബീവിയുടെ അരികിൽ പുതിയാപ്പിള ഉസ്മാൻ തങ്ങളെ ഇരുത്തിയിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂല് ബദറിൻ്റെ രണാങ്കണത്തിലേക്ക് പോന്നത്. അവിടെ നദാ ഹബീബായ തങ്ങള് പരിശുദ്ധമായ റമദാൻ മാസത്തിൽ തൻ്റെ അനുയായികളെയും കൂട്ടിയിട്ട് ബദറിൻ്റെ രണാങ്കണത്തിൽ ഒരുമിച്ച് കൂടിയപ്പോൾ അന്നത്തെ രാത്രി മുഴുവനും ഹബീബായ തങ്ങൾ സുജൂദിൽ കിടന്ന് യാ ഹയ്യു യാ ഖയ്യൂം എന്ന ദിക്ർ ചൊല്ലി നേരം വെളുപ്പിക്കുകയാണ്. ഇടക്കിടക്ക് വന്ന് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വിശേഷങ്ങൾ തിരക്കി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് നബിയെ കുറച്ച് കിടന്നോളൂ എന്ന് പറയുമ്പോൾ ആ ലോകത്തിൻ്റെ നേതാവിന് ഉറക്കമില്ല. അവിടുന്ന് തൻ്റെ ഉമ്മത്തികളുടെ കയ്യിൽ 313 പരം ആളുകളുണ്ട്. അവർക്ക് സഞ്ചരിക്കാൻ 70 ഒട്ടകങ്ങളും 5 കുതിരകളും മാത്രമേ ഉള്ളൂ. അവരുടെ കയ്യിലാകെ 9 വാളുകളേ ഉള്ളൂ, 8 കുന്തങ്ങളേ ഉള്ളൂ. മിക്കവാറും ആളുകളുടെ ഒന്നുമില്ല. നിരായുധരായ 313 പേർ. നാളെ നേരം പുലർന്നാൽ ശത്രുക്കൾക്ക് നേരെ പോരടിച്ച് ആ ശത്രുക്കളോട് വിജയം കൊയ്യാൻ ഹബീബായ തങ്ങൾ മാനസികമായി അവരെ ഊർജം കൊടുത്ത് തയ്യാറാക്കുകയാണ്. പടച്ച റബ്ബിനോട് സഹായം തേടുകയാണ്. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ അന്നത്തെ രാത്രിയിൽ പെയ്ത മഴയിൽ ശത്രുക്കൾ നിൽക്കുന്ന ഭാഗം നനഞ്ഞു കുതിർന്നു. ഹബീബായ തങ്ങളും സ്വഹാബത്തും നിൽക്കുന്ന ഭാഗത്ത് അവർ നല്ല ഒരു ഹൗള് കെട്ടിയുണ്ടാക്കി. ആ ഹൗളിൽ നിന്ന് ശത്രുക്കൾ വെള്ളം കുടിക്കാൻ വന്നു. അള്ളാഹുവിൻ്റെ റസൂലും സ്വഹാബത്തും അവരെ തടഞ്ഞില്ല. പക്ഷേ വീമ്പിളക്കിക്കൊണ്ട് അസ്വദ് ബിനുൽ അസ്വദ് എന്ന് പറയുന്ന മനുഷ്യൻ ഒന്നുകിൽ ഞാൻ വെള്ളമെടുക്കും, അല്ലെങ്കിൽ ഞാൻ ഹൗള് പൊളിക്കും, അതുമല്ലെങ്കിൽ അവിടെ കിടന്നു മരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വീമ്പിളക്കിക്കൊണ്ട് അസ്വദ് ബിനുൽ അസ്വദ് വന്നപ്പോൾ വമ്പുറ്റ ഹംസ റളിയല്ലാ ചാടിട്ടമ്പിയ അസ്വദിൽ മാറടാ ബള്ളൽ നബി മഹമൂദർ ഹൗലീന്ന് ധൈര്യമുണ്ടെങ്കിൽ കോരടാ. ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു ബദറിന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് വീമ്പ് പറഞ്ഞുകൊണ്ട് പോക്രിത്തരം കാണിച്ചുകൊണ്ട് വാള് ചുഴറ്റിക്കൊണ്ട് വെള്ളമെടുക്കാനും ഹൗള് പൊളിക്കാനും വന്ന അസ്വദ് ബിനുൽ അസ്വദ് എന്ന് പറയുന്ന മനുഷ്യനെ അങ്ങ് കൊലപ്പെടുത്തി. അതോടുകൂടി ബദറിന്റെ പോരാട്ടം ആരംഭിക്കുകയാണ്. പിന്നീട് 3 പേർ അവിടുന്ന് രംഗത്തേക്ക് ഇറങ്ങി. ഉത്ബത്തും ഷൈബത്തും വലീദും. അവരെ നേരിടാൻ 3 പേർ ഇവിടെ നിന്നും ഇറങ്ങി ദ്വന്ദ്വ യുദ്ധം ആരംഭിക്കുകയാണ്. ആ ദ്വന്ദ്വ യുദ്ധത്തിൽ ബഹുമാനപ്പെട്ട ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലിന് വെട്ടുകൊണ്ടപ്പോൾ വീണ്ടും ഹംസത്തുൽ കറാർ തങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയിട്ട് അതാ ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ ശത്രുവിനെ വെട്ടിക്കൊലപ്പെടുത്തി. അതോടുകൂടി പിന്നെ പൊരിഞ്ഞ പോരാട്ടം നടക്കുകയാണ്. യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ തന്നെ 3 നേതാക്കന്മാരെ നഷ്ടപ്പെട്ട ഖുറൈശികൾ, അഹങ്കാരത്തിൻ്റെ മൂർത്തി രൂപങ്ങളായ ഖുറൈശികൾ, അതേ ആ അഹങ്കാരം വെച്ചുകൊണ്ട് യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാതെ അബൂജഹലിൻ്റെ നേതൃത്വത്തിൽ അവർ കൂട്ടപ്പോരാട്ടത്തിനിറങ്ങിയപ്പോൾ മുആദ് മുഅവ്വിദ് എന്ന് പറയുന്ന 2 കുഞ്ഞുങ്ങൾ, ആ കുട്ടികൾ അതേ അവർ അബൂജഹലിന് കിട്ടിയ പത്മവ്യൂഹത്തിൻ്റെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറി അബൂജഹലിൻ്റെ കണങ്കാലിന് വെട്ടി, അബൂജഹലിൻ്റെ മൃഗത്തിന് വെട്ടിയിട്ട് അബൂജഹലിനെ താഴേക്ക് തള്ളിയിട്ടപ്പോൾ അബൂജഹൽ മരിച്ചെന്ന് കരുതി ശത്രുക്കൾ മുഴുവനും പിന്തിരിഞ്ഞോടി. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വന്ന് അബൂജഹലിൻ്റെ കഥ കഴിച്ചതോടുകൂടി ബദർ യുദ്ധം അവിടെ അവസാനിക്കുകയാണ്. ശത്രുക്കളുടെ ഭാഗത്ത് 70 ആളുകൾ കൊല ചെയ്യപ്പെട്ടു. മുസ്ലിം പക്ഷത്ത് കേവലം 14 ആളുകൾ ഷഹീദായി. ഇങ്ങനെ ആകെ 84 ആളുകളാണ് ബദർ യുദ്ധത്തിൽ ഷഹീദായത്, കൊല ചെയ്യപ്പെട്ടത്. ആ ബദറിൻ്റെ രണാങ്കണത്തിൽ നിന്ന് 70 പേരെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്ത് തടഞ്ഞു വെച്ച് ആ ബദരീങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വന്ന ആ ഖുറൈശികളെ തടഞ്ഞു വെച്ച് മക്കയിൽ മദീനയിൽ കൊണ്ടുപോയി. ആ ബദറിൽ വെച്ച് തടവിലാക്കപ്പെട്ട ആളുകളോട് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെരുമാറിയ പെരുമാറ്റം ഈ കൂട്ടത്തിൽ അതേ മദീനയിൽ പല ആളുകൾക്കും എഴുത്തും വായനയും അറിയില്ല. നിങ്ങൾ ഈ തടവുപുള്ളികൾ ഇവരെ എഴുത്തും വായനയും പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളെ വെറുതെ വിടാമെന്നാണ്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ റസൂല് സമാധാനത്തിൻ്റെ മാർഗത്തിലൂടെ ആ ബദറിൻ്റെ രണാങ്കണത്തിൻ്റെ പ്രയാസങ്ങൾ അവസാനിപ്പിച്ച് സുബ്ഹാനല്ലാഹ് മുസ്ലിം ചരിത്രത്തിൽ എന്നെന്നും അടയാളപ്പെട്ട് കിടക്കുന്ന ഏറ്റവും വലിയ മഹാന്മാരായി ആ 313 പേര്
പിന്തിരിഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് ലോകത്ത് തന്നെ ദീനില്ലാത്ത അവസ്ഥയിൽ ഈ പരിശുദ്ധമായ ഇസ്ലാം നശിച്ചു പോകുമായിരുന്നെങ്കിൽ നമ്മളെ നിസ്കാരത്തിനും നോമ്പിനും സക്കാത്തിനും ഈ പരിപാടിക്കും നമ്മുടെ മദ്രസകൾക്കും പള്ളികൾക്കും എല്ലാം ബദരീങ്ങൾ ഒരു കാരണക്കാരാണ്. ബദരീങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇന്ന് ലോകത്ത് ദീന് നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കി ഈ ആധുനിക കാലത്ത് നമ്മൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അതേതു തരത്തിലുള്ള ആക്രമണങ്ങളാണെങ്കിലും ഏത് തരത്തിലുള്ള മാറ്റി നിർത്തലുകളാണെങ്കിലും ബദരീങ്ങളെ കൂട്ടുപിടിച്ച് ഈ നാട്ടിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ കെട്ടുകെട്ടിക്കാൻ മുമ്പ് വന്ന 4 വൈദേശിക ശക്തികളും അവർക്ക് ഈ നാട്ടിൽ നിന്ന് കെട്ടുകെട്ടി പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആധുനിക കാലത്ത് നടക്കുന്ന പ്രശ്നങ്ങളിലും ആത്മീയതയാണ് പരിഹാരം. ബദരീങ്ങളാണ് നമ്മുടെ കാവലെന്ന് മനസ്സിലാക്കി ആ ബദരീങ്ങളോട് കൂടുതൽ അടുത്ത് അവർക്കൊരു ഫാത്തിഹ എപ്പോഴും ഓതൂകിൽ അവരെ ദുആയും ബറക്കത്തും എത്തൂമേ. മഹാനായ മൊയ്തീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവർക്കൊരു ഫാത്തിഹ ഓതിയാൽ അവരെ ദുആയും ബറക്കത്തും എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞതുപോലെ മഹാന്മാരായ ബദരീങ്ങൾക്ക് എപ്പോഴും നമ്മൾ ഫാത്തിഹ ഓതി അതിയ ചെയ്ത് നമ്മുടെ എല്ലാ വിഷമങ്ങൾക്കുള്ളൊരു പരിഹാരമായി ബദരീങ്ങളെ കണ്ട് ആ 313 ആളുകൾ നമ്മൾ വിളിച്ചാൽ വിളി കേൾക്കും. അവർക്ക് അള്ളാഹു അതിനുള്ള പവർ കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി ബദരീങ്ങളെ സ്നേഹിച്ച് അവർക്ക് വേണ്ടിയിട്ട് ഹദിയകൾ ചെയ്ത് ആ ബദരീങ്ങളുടെ മേലിൽ നല്ല സംഗമങ്ങൾ സംഘടിപ്പിച്ച് ഈ ദിനേന അവർക്ക് വേണ്ടി യാസീനോദി ഫാത്തിഹ ഓതി അവരോടുള്ള തഅല്ലുഖ് ആ ബന്ധം നമ്മൾ നിലനിർത്തുക. എന്നാൽ നമുക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയും. മഹാന്മാരായ ബദരീങ്ങളുടെ ബദരിയത്ത് പാടിയാൽ അവസാനം പാടുന്ന ഒരു പാട്ട്, ഒരു വരി 3 തവണ ആവർത്തിച്ചു പാടുന്ന ഒരു വരിയുണ്ട്. ദാഹം ഔത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. നമ്മളെ സക്കറാത്തിൻ്റെ ഹാലിൽ ഒരു കോപ്പ വെള്ളവുമായി ഇബ്ലീസ് വരും. അന്നത്തെ ആ അവസ്ഥ, ആ സമയം എന്ന് പറഞ്ഞാൽ 7 കടലിലെ വെള്ളം ഒന്നാകെ നമ്മൾ കുടിച്ചാലും ദാഹം തീരാത്ത അത്രയും ദാഹമാണ് സക്കറാത്തിൻ്റെ ഹാലിൽ നമുക്കുണ്ടാകുക. നമ്മളെ കൂട്ടുകാരും നാട്ടുകാരും വീട്ടുകാരും തരുന്നത് ഒരു ടീസ്പൂണിൽ ഇങ്ങനെ സംസം വെള്ളം ചുണ്ട് നനക്കുക എന്നാ പറയുക. അങ്ങനെ വെള്ളം തരുള്ളൂ. ആ സമയത്ത് അവർ പിശുക്കി കുറേശ്ശേ തരുള്ളൂ. എന്നാൽ ആ സമയത്ത് 7 കടലിലെ വെള്ളം ഒന്നാകെ കുടിച്ചാലും നമ്മളെ ദാഹം തീരൂല. ആ സമയത്ത് ഇബ്ലീസ് വലിയ കൂജയുമായിട്ട് വരും. ഇബ്ലീസ് കൂസിനെ കാട്ടിടും. ആ സമയത്ത് ഇബ്ലീസിനെ കണ്ടാൽ നമ്മൾ തിരിച്ചറിയും. മുഅ്മിനീങ്ങൾക്ക് മനസ്സിലാകും, സുന്നികൾക്ക് മനസ്സിലാകും ഇബ്ലീസിനെ. അവർ പറയും വേണ്ടടാ നിന്റെ വെള്ളം എനിക്ക് വേണ്ടാന്ന് പറയും. എന്നാൽ ഇബ്ലീസ് പിന്തിരിഞ്ഞു പോകൂല. അവൻ വേഷം മാറി മരിച്ചുപോയ നമ്മുടെ ഉമ്മയുടെ രൂപത്തിൽ വരും, നമ്മുടെ ബാപ്പയുടെ രൂപത്തിൽ വരും, നമ്മളെ കുടുംബക്കാരുടെ രൂപത്തിൽ വരും, നമുക്ക് വേണ്ടപ്പെട്ടവരുടെ രൂപത്തിൽ വരും. എന്നിട്ട് പറയും മോനെ ധൈര്യമായിട്ട് കുടിച്ചോ, ഞങ്ങളൊക്കെ അത് കുടിച്ച് രക്ഷപ്പെട്ടവരാ. അവരെ വാക്കാ സമയത്ത് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടുപോകും. അങ്ങനെ പെട്ടുപോയി ഇബ്ലീസിൻ്റെ കെണിയിൽ പെട്ടുപോയി ഈമാൻ നഷ്ടപ്പെടാതിരിക്കാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ആളുകൾ ഏതൊക്കെ തരത്തിലുള്ള സേവനങ്ങളും സഹായങ്ങളും ചെയ്തിട്ടുണ്ടോ അതെല്ലാം അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ, അതെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ചെയ്യുന്ന നമുക്ക് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ന്യൂനതകളുണ്ട്. നമ്മുടെ ഹൃദയം ഉള്ളതല്ല. ഹൃദയത്തിൻ്റെ പല രോഗങ്ങളും നമ്മളെ ബാധിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ആളുകളുടെ അമലുകൾ 1-ാം ആകാശത്തും 2-ാം ആകാശത്തും 3-ാം ആകാശത്തും 7 ആകാശങ്ങളിലുള്ള കസ്റ്റംസ് കടന്ന് സിദ്റത്തുൽ മുന്തഹായിലേക്ക് ഉയർത്തപ്പെടുമെന്നൊരു പ്രതീക്ഷയുമില്ല. എന്നാലും മഹാന്മാരായ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഈ മജ്ലിസിൽ നമ്മൾ ഇവിടെ ബദരീങ്ങളുടെ ഈ മൗലിദിൽ നമ്മൾ ചൊല്ലിയ സ്വലാത്തിൻ്റെ ജവാബിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കബൂൽ ചെയ്യുമാറാവട്ടെ. ബദരീങ്ങളിൽ 1-ാമത്തെ ആളാരാണ്? സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ബദരീങ്ങളെന്ന് വിളിച്ചാൽ മുത്തുനബിയും പെട്ടുകണം, ബദരീങ്ങളെന്ന് വിളിച്ചാൽ മലായിക്കത്തും പെട്ടുകണം. ബദറിൽ പങ്കെടുത്ത എല്ലാവരും പെട്ടിട്ടുണ്ട്. ബദരീങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാർ പെട്ടിട്ടുണ്ട്. ഇക്കാലം അത്രയും ബദരീങ്ങളെന്ന് വിളിച്ച ആളുകൾ മുഴുവനും ആ വിളി അവർ കേൾക്കും, അതിൻ്റെ പ്രതിധ്വനി കേൾക്കും. അപ്പോൾ ബദരീങ്ങളെന്ന് വിളിച്ചാൽ മുത്തുനബിയെ എന്ന് വിളിക്കുന്നതിനേക്കാളും വിശാലമായ ഒരു വിളിയാണ് എൻ്റെ ബദരീങ്ങളെ എന്ന വിളി. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഹബീബായ തങ്ങളെ കൊണ്ട് ഈ മജ്ലിസ് കബൂലാക്കുമാറാവട്ടെ. ഈ സ്ഥാപനം, ഈ മഹത്തായ ഈ ഒരു ഓഡിറ്റോറിയം നമ്മുടെ പരിപാടിക്ക് വേണ്ടി നിശ്ചയിച്ചു.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ ആളുകൾക്കൊക്കെ ബറക്കത്ത് ചെയ്തു കൊടുക്കുമാറാവട്ടെ. അതുപോലെ ഇവിടെ ഭക്ഷണങ്ങളും അതുപോലെ നോമ്പ് തുറയും ഒക്കെ സ്പോൺസർ ചെയ്ത് അതിലേക്ക് സംഭാവനകൾ ചെയ്ത ആളുകൾ അല്ലാഹുവേ നീ എല്ലാം കബൂൽ ചെയ്യണം റഹ്മാനെ. അതിലൊരുപാട് ആളുകൾ പലതരത്തിലുള്ള പ്രയാസങ്ങളും മുന്നിൽ വെച്ച് ആ പ്രയാസങ്ങളൊക്കെ ഈ മജ്ലിസ് കൊണ്ട് പരിഹരിക്കണമെന്ന നിയ്യത്തോടു കൂടിയാണ് മജ്ലിസിലേക്ക് സംഭാവന ചെയ്തിട്ടുള്ളത്. ഖാലിഖായ റാസിഖായ അല്ലാ നീ അതൊക്കെ കബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങളെ സദസ്സിൽ മാരകമായ രോഗങ്ങൾ ബാധിച്ച് ഒരു തവണ ബാധിച്ച് അത് ഏകദേശം സുഖപ്പെട്ട് വീണ്ടും അതിൻ്റെ പ്രയാസങ്ങൾ അലട്ടുന്ന കൂട്ടുകാരുണ്ട്. റബ്ബേ നീ പരിപൂർണ്ണ ശിഫ കൊടുക്കണേ അല്ലാ, നീ പരിപൂർണ്ണ ശിഫ കൊടുക്കണേ അല്ലാ. ബദരീങ്ങളെ കൊണ്ട് നീ കാവലിലാക്കണേ അല്ലാ. ബദരീങ്ങളെ കൊണ്ട് എത്രയും പെട്ടെന്ന് ആജിലായ ശിഫ നീ നൽകണേ അല്ലാ. ഞങ്ങളെ സ്നേഹിതന്മാരെ കൂട്ടുകാരെ നീ പ്രയാസപ്പെടുത്തല്ല അല്ലാ. മാതാപിതാക്കൾ ഉസ്താദുമാർക്ക് മാരകമായ രോഗങ്ങൾ തന്ന് പരീക്ഷിക്കല്ല അല്ലാ. ഭാര്യ സന്താനങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. മരിച്ചുപോയ മാതാപിതാക്കൾ വിശിഷ്യായി മഹല്ലത്തിലെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകന്മാർ നേതാക്കന്മാർ എല്ലാവർക്കും അവരെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ഇപ്പോൾ ഇതിനു വേണ്ടി സജീവമായി പ്രവർത്തിക്കുന്ന ഞങ്ങളെ ഉസ്താദുമാരും അതുപോലെ പ്രവർത്തകന്മാരും എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും ഏറ്റിയേറ്റി കൊടുക്കണേ അല്ലാ. അപകടങ്ങൾ അത്യാഹിതങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും ബദരീങ്ങളുടെ സഹായം എപ്പോഴും നീ നൽകണേ അല്ലാ. പടച്ചവനെ ഈ സദസ്സിൽ പല മുസ്ലിം സുഹൃത്തുക്കളും പങ്കെടുക്കുന്നു, അവർക്കൊക്കെ നീ ഹിദായത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങൾ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന നാടാണ്. ഞങ്ങൾ തമ്മിൽ പരസ്പരം കലഹങ്ങളോ കച്ചറകളോ ഇല്ല. പടച്ചവനെ ഇവിടെ ബഹുമാനപ്പെട്ട മമ്പുറത്തുപ്പാപ്പ ജീവിച്ച കാലത്ത് മമ്പുറത്തുപ്പാപ്പാൻ്റെ കാര്യസ്ഥൻ കോന്തുനായരാണ്. മുസ്ലിമീങ്ങളെ കാര്യസ്ഥനാക്കാൻ കിട്ടാത്തത് കൊണ്ടല്ല, കോന്തുനായരോടുള്ള ആ ഒരു സ്നേഹമാണ്. പരസ്പരം ഇഴുകിച്ചേർന്ന് ജീവിക്കുന്ന ആളുകളാണ്. കുഞ്ഞായി മുസ്ലിയാരെ കൂട്ടത്തിൽ തലശ്ശേരിയിൽ ജീവിച്ചിരുന്നത് മങ്ങാട്ടച്ചൻ എന്ന ക്രിസ്ത്യാനിയാണ്. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ഒരുപാട് ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും കഥ പറയുന്ന മണ്ണാണ്. കോഴിക്കോട് ജില്ലയിലെ എലത്തൂരിലേക്ക് ചെന്നാൽ അവിടെ എലത്തൂര് മുസ്ലിം ജുമാഅത്ത് പള്ളിയും ഹംസക്കുളങ്ങര ക്ഷേത്രവും നിൽക്കുന്നത് ഒരു ഗ്രൗണ്ടിലാണ്. രണ്ടിൻ്റെയും കുളം വരെ ഒന്നാണ്. അള്ളാഹുവേ, ഇങ്ങനെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ജീവിക്കുന്ന ഞങ്ങൾക്കിടയിൽ ഐക്യം നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ കാര്യങ്ങൾ വിജയിപ്പിക്കണേ അല്ലാ. ഈ ഇഫ്താറും അനുബന്ധ പരിപാടികളും നീ ഖബൂലാക്കണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار يا عزيز يا غفار برحمتك يا أرحم الراحمين. رضي الله عن شهداء بدر رضي الله توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين نبي الله إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي نجنا واكشف جميع عدية واصرف مكائد العدا والتف بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إلهنا
فصل قربا عن العاصين والعتبا وكل بلية ووباء أهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله فكم من همية حصلت وكم من ذلة فصلت وكم من نغمة وصلت بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وكم أعنيت ذا العسر وكم عوليت ذا الفقر وكم عافيت ذا الوزر بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله لقد ضاقت على القلب جميع الأرض مع رهبي فأنج من البلاء الصعب بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله أتينا طالب الرفد وجل الخير والسعد فوسع من هذا العيد بأهل البريد يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله فلا تردد مع الخيبة بل اجعلنا على الطيبة يا ذا العز والهيبة بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وإن تردد فمناتي لنيل جميع حاجاتي أيا جا للملمات بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي اغفر وأكرمنا بنيل ما طالب منا ودفع ما ساءت عنا بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي أنت ذو لطف وذو فضل وذو عطف وكم من كربة تنفي بأهل
بدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وصلي على النبي البري بلا حد ولا حصره وآل سادة العر وأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله اللهم صل وسلم وبارك. എത്രയോ അനുഭവങ്ങൾ മുമ്പൊരിക്കല് കുണ്ടൂർ ഉസ്താദ് അവിടുത്തെ ദർജ അല്ലാഹു ഉയർത്തുമാറാകട്ടെ. ഇത് ശരിയായൊരു റിവായത്താണ്. കുണ്ടൂർ ഉസ്താദ് അയാത്ത് കാലത്ത് ഇങ്ങനെ വയല് പറയിപ്പിക്കുക. റമദാനിലൊക്കെ എന്നും വയല് ആരാ പറയണതെന്ന് അറിയില്ല, ഒരാളാണ്ട് കൊണ്ടുവരും, അപ്പോൾ ആളാണ്ട് പറയൽ തുടങ്ങുക. ഒരിക്കൽ ബഹുമാനപ്പെട്ട നമ്മളെ ബസീർ ഫൈസി ഉസ്താദ് ഗൾഫിക്ക് പോവുകയാണെന്ന്, ഒരു പ്രയാസം ഉണ്ട്, അതുകൊണ്ട് ഗൾഫിക്ക് പോയിട്ട് പ്രയാസം തീർക്കാൻ കടണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് ചോദിച്ചു, എത്ര കടണ്ട്? ഒരു 10-15,000 റുപ്യ കടണ്ട്, അതിപ്പോൾ ഗൾഫ് പോയാൽ കിട്ടുമോ എന്ന് ചോദിച്ചു. പിന്നെ ഉസ്താദിൻ്റെ കറാമത്ത് ഇത് പറയട്ടോ. അപ്പോൾ ഉസ്താദ് പറഞ്ഞ് 30 റമദാനിക്ക് 30 ദിവസം വയറിഞ്ഞ് തന്നാൽ 30,000 റുപ്യ ഞാൻ തരാം. ആ കടാണ്ട് തീർന്നല്ലോ. അങ്ങനെ 30 ദിവസം വയറിഞ്ഞ്. ഞാൻ പറഞ്ഞു വന്നത് ഈ റമദാനിൽ പിന്നെ നമ്മൾ പഴയ കാലങ്ങളിൽ തന്നെ ബുർദ ചെല്ലാറുണ്ട്. വയലിൻ്റെ സദസ്സിലാണ് ചെല്ലൽ. അത് ഒരു നീണ്ട ശൈലിയിലാണ് അല്ലേ, മൗലായ സ്വല്ലി വസേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ചെല്ലൽ. അപ്പം അതൊക്കെ മാറി ഇപ്പോൾ നല്ല അൽഹംദുലില്ലാ അതിൻ്റെയും ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് തന്നെ. അതാകെ വ്യാപകമായി അത് തന്നെ കുണ്ടൂരിൽ വലിയതായ നിലക്ക് നിലനിൽക്കുന്നുണ്ട്. ഞാൻ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അശ്ഹദു അൻ ലാ أشهد أن لا سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم كلمتان حبيبتان إلى الرحمن خفيفتان على اللسان ثقيلتان في الميزان سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله وبحمده سبحان الله
على اللسان ثقيلتان في الميزان سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده لك الحمد يا ربنا وكفى فصل وسلم على المصطفى صلاة تكون شفاء لنا وأجرا وعافية وصفا صلاة تكون شفاء لنا وأجرا وعافية وصفا لك الحمد يا ربنا وكفى فصل وسلم على المصطفى صلاة تكون شفاء لنا وأجرا وعافية وصفا صلاة تكون شفاء لنا وأجرا وعافية وصفا